ഭയങ്കര രസമുള്ളൊരു പുസ്തകമാണ്. നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും വായിച്ചിരിക്കണം ഈ ഒരു പുസ്തകം. മാർച്ചിൽ ഞാൻ കുറച്ചധികം യാത്രകൾ പോയി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്തൊരു വേൾഡ് ടൂർ തന്നെ പോയിട്ട് വന്നതിന് കാരണം ഈ ഒരു ഒറ്റ പുസ്തകമാണ്, ദ നോട്ട് ലിസ്റ്റ് ബൈ ഡോക്ടർ ഹമീദ് ഫസൽ ഗഫൂർ. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രണയം മാത്രമൊന്നുമല്ല അല്ലേ, ചെറുപ്പം മുതലേ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5 ഒക്കെ പ്രണയങ്ങൾ ഉണ്ടായ മനുഷ്യന്മാരായി. സിദ്ധിന്റെ ലൈഫില് 4 പ്രണയങ്ങൾ 4 സാഗയായിട്ടാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. സിദ്ധ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു ബക്കറ്റ് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ഈ കഥയിൽ ഉള്ളത്. ഫസ്റ്റ് സാഗ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടീനേജ് റൊമാൻസ്. ആ ഒരു ആണ് ടീനേജിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്തു പോകുന്ന ഒരു റൊമാൻറ്റിക് ജേർണി ഉണ്ടാവുമല്ലോ. സാഗ 2 ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാഗ. ന്യൂയോർക്കും അവിടെ വെച്ച് പരിചയപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയും പാകിസ്ഥാനിലോട്ട് പോകാനായിട്ടുള്ള സാഹസികതകളും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മൂന്നാമത്തെ സാഗയും കുറച്ച് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന സാഗയാണ്. അപ്പം നമുക്ക് കുറച്ചൊരു വിഷമമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഗയാണ് മൂന്നാമത്തെ സാഗ. നാലാമത്തെ സാഗ കുറച്ചൊരു ത്രില്ലർ ജോണറിലോട്ട് കയറുന്നുണ്ട്. സോ ഒരാളുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രണയങ്ങളും അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന ജീവിതത്തിൻ്റെ ഒരു യാത്രയെ കുറിച്ചിട്ടുള്ളൊരു കഥയാണ് ഈ ഒരു പുസ്തകം. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഓരോ ആളുകളും നമുക്ക് ഒത്തിരി അധികം അനുഭവങ്ങളും പാഠങ്ങളുമായിട്ടാണ് കടന്നു വരിക. ഈ പുസ്തകം വായിച്ച സമയത്ത് ഓരോ സാഗയിലും കൂടെയും അദ്ദേഹം ഓരോ പ്രായത്തിൽ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വന്ന ഓരോ സ്ത്രീകളും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കൊടുത്തിട്ട് പോകുന്ന ഒത്തിരി അധികം ലെസൺസ് ഉണ്ട്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഓഥറിൻ്റെ ഫെമിനിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാവൽ എക്സ്പീരിയൻസസും ഒക്കെ കൂടെ വരുന്ന പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഈ പുസ്തകം വായിച്ചു നോക്കുക, ഇഷ്ടപ്പെടും.